ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ്. 5ാം ക്ലാസ്സിലെ മാത്സിന്റെ ഏത് ചാപ്റ്റർ ആണ്? രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. എടാ ആ ചാപ്റ്ററിന്റെ പേരെന്താ നോക്കിക്കേ, നമ്പർ വേൾഡ് ആണ് അല്ലേ. നമ്പർ എന്താണ്? വേൾഡ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ചാപ്റ്ററിൽ വരുന്ന വർക്കുകള് കുറെ മിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ, അതൊക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. എന്തായാലും എക്സാമിന് എന്തുണ്ടാവും? ചെയ്യാനുണ്ടാവും കേട്ടോ. ഉറപ്പായിട്ടും ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? ചെയ്ത് വരച്ച് പഠിക്കണം കേട്ടോ. ഉള്ള സമയത്തൊക്കെ വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈം ഒക്കെ ഉണ്ടാവില്ലേ, ആ ടൈമിലൊക്കെ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? നന്നായിട്ട് വരച്ച് പഠിക്കണം കേട്ടോടാ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ഏത് ചാപ്റ്റർ ആടാ? 2ാമത്തെ ചാപ്റ്റർ. എടാ മക്കളെ ഒന്ന് വായിച്ചേടാ, ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്താണ്? നമ്പർ വേൾഡ് ആണ് അല്ലേ. എന്താണ്? നമ്പറിന്റെ ഒരു വേൾഡ് തന്നെയാണ് അല്ലേ. ശരിയല്ലേടാ? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളതെന്ന് നോക്കി പോവാ അല്ലേ. എടാ ചാപ്റ്റർ പറയുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം ചെയ്യാനുണ്ട്. ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താടാ? കുറെ പീപ്പിൾസ് ഉണ്ട് അല്ലെ. അതേപോലെ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താടാ? നമ്മുടെ എർത്ത് ഉണ്ട്. പിന്നെന്താണ്? സ്റ്റാർസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളത് നോക്കാം. നമ്പർ ആൻഡ് കൗണ്ട്സ്. നമ്പർ ആൻഡ് എന്താണ്? കൗണ്ട്സ്. യു ഹാവ് ലേൺഡ് മെനി തിങ്സ് അബൌട്ട് നമ്പേഴ്സ്. നിങ്ങൾ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടില്ലേടാ? പഠിച്ചിട്ടുണ്ട് അല്ലെ. സംഖ്യകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ യു നോ. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പൊ എന്റെ കുഞ്ഞു കൂട്ടുകാരൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞു കൂട്ടുകാർ ഒരു കാര്യം കൂടെ ചെയ്യണം. മിസ്സിന് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ കൂടെ നിങ്ങളുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്തിടണം കേട്ടോ. 2-3 പേരൊക്കെ മിസ് ഇട്ടിട്ടുണ്ട്. 2-3 പേരൊക്കെ കൂട്ടുകാർ ഇടുന്നുണ്ട്. നേഹ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോളെ പരിചയപ്പെട്ടു 5ാം ക്ലാസ്സിലെ. അതുപോലെ എന്താണ്, ഐശ്വര്യ, അങ്ങനെ 2-3 കുട്ടികളൊക്കെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പേരിട്ട് കഴിഞ്ഞാൽ മിസ്സിന് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടാലോ. അടുത്ത എന്താണ്? ആർ നോട്ട് ദേ നമ്പർ ആഫ്റ്റർ ദാറ്റ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്പർ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന നമ്പർ കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഉണ്ടോ എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് ഫ്രം ദ സ്മോളസ്റ്റ് നമ്പർ ആൻഡ് മേക്ക് ഇറ്റ് ബിഗർ ആൻഡ് ബിഗർ. സി. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? വലുതാകുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം അല്ലെ. ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് വലുതാകുന്നത് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കി പോവാം. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ ഏത് നമ്പർ കൊടുത്തിട്ടുണ്ട്? 1 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതാ കൊടുത്തേക്കുന്നത്? 1. അപ്പൊ 1ന്റെ കൂടെ ഒരു 0 കൂടെ ചേർത്തപ്പോ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി അല്ലെ. നെക്സ്റ്റ് എത്രയാണ്? 100, 1000, 10,000 ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാ അല്ലെ. എടാ ഇനിയും 0 കൂട്ടി കൊടുത്ത് എന്തായിട്ട് മാറും? ലാക്ക് ഒക്കെ ആയിട്ട് മാറും അല്ലെ. നമുക്ക് നോക്കാം, കണ്ടിന്യൂസ് വരുന്നുണ്ട് കേട്ടോ. ഹൗ ഡു ദ നമ്പേഴ്സ് ബിക്കം ലാർജർ ആസ് വി റൈറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകള് വലുതാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നമ്മൾ ഒന്നിന്റെ പൊസിഷൻ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്പർ വലുതാകുന്നത്? എവരി ടൈം ദ ഡിജിറ്റ് 1 ഷിഫ്റ്റ് 1 പ്ലേസ് ടു ദ ലെഫ്റ്റ് ഇറ്റ് ബിക്കംസ് 10 ടൈംസ് ആസ് ലാർജ്. അപ്പൊ പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാല്, നമ്മൾ നമ്പർ എഴുതുമ്പോ ഇല്ലടാ, ആദ്യം നമ്മൾ എത്ര എഴുതിയേക്കുന്നത്? 1 ആണ് അല്ലെ. 1 കഴിഞ്ഞ് നമ്മൾ എത്ര എഴുതി? 1 കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നമ്പർ എഴുതിയ? 10 എഴുതി അല്ലെ. 1 കഴിഞ്ഞിട്ട് 10 എഴുതി അല്ലെ. പിന്നെ 1നെ വീണ്ടും നീക്കിയിട്ട് 2 0 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് എത്രയായിട്ട് മാറി? 1000 ആയിട്ട് മാറി അല്ലെ. അങ്ങനെയല്ലേടാ നമ്മൾ നമ്പറിനെ കൊടുത്തോണ്ടിരുന്നത്? അതെ അല്ലേ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, 1, 10, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം എത്രയാണ്? 1 കൊടുത്തിട്ടുണ്ട്, 10 കൊടുത്തിട്ടുണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 10,000 ഉണ്ട് അല്ലെ. എടാ ആദ്യം എത്ര നമ്പർ കൊടുത്തേക്കുന്നത്? 1 കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. എത്ര കൊടുത്തിട്ടുണ്ട്? 1. ഇനി അതിന്റെ പ്ലേസ് 10ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. ഈ 1 എങ്ങോട്ട് മാറ്റി? 10ന്റെ സ്ഥാനത്തോട്ട് മാറ്റി. ഒരു 0 കൂടെ കൊടുത്തപ്പോ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ദെൻ ഈ കിടക്കുന്ന 1നെ നമ്മൾ വീണ്ടും ലെഫ്റ്റിലോട്ട് നീക്കി കേട്ടോ. വീണ്ടും ലെഫ്റ്റിലോട്ട് നീക്കി എഴുതിയപ്പോ അത് എത്രയായിട്ട് മാറി? 100 ആയിട്ട് മാറി അല്ലേ. വീണ്ടും അതിനെ ലെഫ്റ്റിലോട്ട് നീക്കിയപ്പോ എത്രയായിട്ട് മാറിയടാ? 1000 ആയിട്ട് മാറി. വീണ്ടും ലെഫ്റ്റിലോട്ട് നീക്കിയപ്പോ എത്രയായിട്ട് മാറി? 10,000 ആയിട്ട് മാറി. പിടി കിട്ടിയോ? അപ്പൊ ലെഫ്റ്റിലോട്ട് നീക്കുന്തോറും സംഖ്യ എന്തായിട്ട് മാറുന്നുണ്ട്? വലിയ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ ലാർജ് നമ്പർ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ.
അപ്പൊ നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. യു കനോട്ട് ബി ഷിഫ്റ്റ് വൺ സ്റ്റില് ഫർദർ ലെഫ്റ്റ് ആൻഡ് മേക്ക് ലാർജർ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മള് വണ്ണിന്റെ പ്ലേസ് മാറ്റി കൊടുക്കും തോറും അല്ലെങ്കിൽ ലെഫ്റ്റോട്ട് നീങ്ങും തോറും ഈ നമ്പർ എന്തായിട്ട് വരുന്നുണ്ട്? ലാർജർ നമ്പർ ആയിട്ട് വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ വലിയ നമ്പർ ആയിട്ട് വരുന്നുണ്ട്. ഷുവർ വി ക്യാൻ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് വലിയ നമ്പേഴ്സ് ആക്കി മാറ്റാം അല്ലെ. ഇനി നോക്കിക്കേടാ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ അല്ല, ഇനിയും വീണ്ടും നമ്പർ വലുതാക്കിയിട്ടുണ്ട് അല്ലെ. എങ്ങനെയാ കൊടുത്തേക്കുന്നത്? നമ്മൾ എവിടം വരെ എഴുതി നിർത്തിയായിരുന്നേ? 10,000 വരെയാണ് അല്ലെ. അപ്പൊ 10,000 കഴിഞ്ഞിട്ട് വണ്ണിന്റെ പ്ലേസ് എന്ത് ചെയ്തു? വീണ്ടും ഒന്നുകൂടെ ലെഫ്റ്റിലോട്ട് നീക്കി. അപ്പൊ ഇത് എത്രയായിട്ട് മാറിയടാ? ലാക്ക് ആയിട്ട് മാറി. എത്രയായിട്ട് മാറി? ലാക്ക്. പിന്നെ ഈ വണ്ണിന് ലെഫ്റ്റോട്ട് മാറ്റി, അപ്പൊ എത്രയായിട്ട് മാറി? 10 lakh ആയിട്ട് മാറി. എടാ വീണ്ടും അതിനെ ലെഫ്റ്റിലോട്ട് മാറ്റിയപ്പോ എന്തായിട്ട് മാറി? ക്രോറായിട്ട് മാറി അല്ലെ. ക്രോറായിട്ട് മാറി അല്ലെങ്കിൽ കോടിയായിട്ട് മാറി. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആഡിങ് മോർ സീറോസ്. ഇനി നമ്മളോട് എന്ത് ചേർക്കാനാ പറഞ്ഞേക്കുന്നത്? ഇനിയും പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെ. ആഡിങ് മോർ സീറോസ് എന്ന് വെച്ചാൽ എന്താണ്? ഇനിയും പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കുക. We can continue like 10 crore, 100 crores and so on. അപ്പൊ എന്താണ്? ഇനിയും നമ്മൾ പൂജ്യങ്ങൾ ചേർത്ത് കൊടുത്താൽ എന്തായിട്ട് മാറും? 10 crore അതേപോലെ 10 crore എന്ന് വെച്ചാൽ എന്താണ്? 10 കോടി. 100 crore എന്ന് വെച്ചാൽ എന്താണ്? 100 കോടിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംഖ്യകൾ വലുതാവൂലേ. നമ്പേഴ്സ് എന്ത് ചെയ്യും? ലാർജർ ആയിട്ട് വരൂലേടാ. ഇനി അടുത്ത് എന്താ നോക്കിക്കേ. ഇൻ അതർ countries these numbers are known by different names. അപ്പൊ പല കൺട്രീസിലും എന്താണ് നമ്മൾ പറയുന്ന നെയിംസ് അല്ല, ബാക്കി കൺട്രീസിലൊക്കെ പറയുന്നത് നമ്പേഴ്സിന് എന്തുണ്ടെന്നാ പറയുന്നത്? അവര് വിളിക്കുന്ന നമ്മൾ വിളിക്കുന്നതും അവർ വിളിക്കുന്നതും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നോക്കിക്കേടാ, നമ്മുടെ നോക്കിക്കേ, ഇവിടെ 100,000 ആണ് കേട്ടോ. എന്താണ്? 5 എന്നുള്ളത് എത്ര പൂജ്യം ഉള്ളത്? 2, 4, 5 അല്ലെ. എത്ര 5 പൂജ്യം ഉള്ളത് നമ്മൾ എന്താ വിളിക്കുന്നത്? ലാക്ക് എന്നാ വിളിക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്താ വിളിക്കുന്നത് നോക്കിക്കേ? 100,000 എന്നാ വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് 6 പൂജ്യം. എത്ര പൂജ്യം ഉണ്ട്? 6 സീറോ ഉണ്ട് അല്ലെ. 2, 4, 6. 6 സീറോ ഉള്ളതിനെ അവരെന്താ വിളിക്കുന്നത്? 6. സീറോ ഉള്ളതിനെ എന്താ? മില്യൺ എന്ന് വിളിക്കും. പിന്നെ അതെന്തായിട്ട് മാറുന്നുണ്ട്? 10 മില്യൺ, 100 മില്യൺ, ബില്യൺ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിളിക്കുന്നതിൽ നിന്ന് അവർക്ക് എന്തുണ്ട്? മാറ്റമുണ്ട് എന്നാ പറയുന്നത്. ഇറ്റ് ഗോസ് ലൈക്ക് 10 ബില്യൺ ആൻഡ് 100 ബില്യൺ ആൻഡ് 1000 മില്യൺ ഈസ് കോൾഡ് ട്രില്യൺ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാല് 1000 ബില്യണേ എന്താടാ? ഇവിടെ മുതൽ പഠിച്ചാൽ മതിയേ. 1000 ബില്യൺ എന്താണ് അവർ വിളിക്കുന്നത്? ട്രില്യൺ എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത്? ട്രില്യൺ എന്ന് വിളിക്കും. വൈ ഡു വി നീഡ് സച്ച് ബിഗ് നമ്പർ? ഇനി എന്താണ്? ഇത്രയും വലിയ സംഖ്യകളൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ നോക്കാം അല്ലേ. നമ്മൾ പറഞ്ഞു വലിയ വലിയ നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ഇത്ര വലിയ സംഖ്യകളൊക്കെ ആവശ്യമുണ്ടോടാ? ആവശ്യമുണ്ടോ നോക്കാം അല്ലെ. ഡു യു നോ ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ അവർ കേരള? നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട് നോക്കാം അല്ലെ. കേരളത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് എന്റെ കുഞ്ഞു കൂട്ടുകാർക്ക് അറിയോ? അറിയുന്നവരൊക്കെ ഉണ്ടാവൂലേ. എന്നാല് നമുക്ക് നോക്കാം എത്ര ആൾക്കാരുണ്ട് എന്നല്ലേ. അക്കോർഡിംഗ് ടു എത്രയാണ്? 2011 സെൻസസ് there are about 3 crore and 50 lakh, in other words about 34 million. അപ്പൊ എത്ര പേരുണ്ടടാ നോക്കിക്കേ. 3 crore എന്ന് വെച്ചാൽ എത്രയാണ്? 3 കോടി. 40 lakh എന്ന് വെച്ചാൽ എത്രയാടാ? എത്രയാണ്? 40 ലക്ഷം പേരുണ്ട്. ഇനി വേറെ വേർഡിൽ പറഞ്ഞാൽ എത്ര മില്യൺ ആണ്? 34 മില്യൺ. എന്തോ ഒരു ജനങ്ങൾ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വാട്ട് അബൌട്ട് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ? അപ്പൊ നമ്മുടെ കേരളത്തിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ എത്ര പേരുണ്ടടാ? ഇറ്റ് ഈസ് മോർ ദാൻ 100 crores, അതർവൈസ് മോർ ദാൻ a billion. എത്രയാണ്? 100 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്. എത്ര കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്? 100 കോടിയിൽ കൂടുതൽ എന്തുണ്ട്? ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 100 കോടിയിലേറെ ആൾക്കാർ എവിടെ ജീവിക്കുന്നുണ്ട്? ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് അല്ലെ. അതർവൈസ് മോർ ദാൻ a billion. അതർവൈസ് എത്രയാണ്? മോർ ദാൻ a billion എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോടാ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഓൾ വേൾഡ്? ഇവിടെ ലോകത്തിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്? എത്ര പേര് ജീവിക്കുന്നുണ്ട് നോക്കാം അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് അബൌട്ട് 800 crores. എത്ര കോഴ്സ് ആണ്? 800 crores ഉണ്ട് കേട്ടോ. ആൻഡ് 8 ബില്യൺ. എത്ര മില്യൺ ആടാ? 8 ബില്യൺ.
8 കോടിയിലേറെ ആൾക്കാര്. എത്ര കോടിയിലേറെ ആൾക്കാരാണ്? 8 കോടിയല്ല 800 കോടിയിലേറെ ആൾക്കാർ കേട്ടോ. 800 ആണ്. അപ്പൊ 800 കോടിയിലേറെ ആൾക്കാര്. The numbers which has only 0 after digit 1 are named like this. എടാ അപ്പൊ 1ന് ശേഷം നമ്മൾ കുറെ 0 കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് അല്ലേടാ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് അബൌട്ട് ദ അതർ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്? ഇനി നമുക്ക് എന്ത് നമ്പേഴ്സ് പറയാം? ഇതല്ലാത്തുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാം? പറയാം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. For example, the number obtained the multiplying and 1-digit numbers from 1 to 9 is. അപ്പൊ പറഞ്ഞേക്കുന്നത് എന്താണ്? നിങ്ങൾ ക്ഷമയോടെ ചെയ്യണം എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യൻസോടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യു ക്യാൻ ചെക്ക് ദിസ് ഇഫ് യു ഹാവ് ദ പേഷ്യൻസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ ചെയ്യണം. എന്താണ് പറഞ്ഞേക്കുന്നത്? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്. ഓക്കെ, 1 മുതൽ എത്ര വരെയുള്ള നമ്പേഴ്സ് ആണ്? 9 മുതൽ വരെയുള്ള നമ്പേഴ്സ് ഇൻഡു ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,62,880 കിട്ടും. അപ്പൊ എങ്ങനെയാണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു എത്രയാണ്? 8 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,62,880 കിട്ടും. യു ക്യാൻ ഓൾസോ സീ ഹൗ ദ പ്രൊഡക്റ്റ് ഇൻക്രീസ് as you go to multiplying by the succeeding numbers one by one. എടാ നമ്മൾ ഓരോ നമ്പേഴ്സ് ഗുണിച്ചു പോകുമ്പോൾ 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 24. അങ്ങനെ നമ്പർ എന്ത് ചെയ്യാണ്? കൂടി വരുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു കാണൂലേ? അപ്പൊ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒന്ന് ഗുണിച്ച് നോക്കണേ. എന്നിട്ട് ഗുണിച്ച് നോക്കിയിട്ട് വേറെ ഏതെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ആൻസർ സെയിം ഇത് തന്നെ കിട്ടണേ, നോക്കണം കേട്ടോ. ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഹൗ ഡു വി റീഡ് ദിസ്? ഇത് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ്. നമുക്ക് എവിടെ നിന്ന് വായിക്കാൻ തുടങ്ങാം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് വായിക്കാൻ തുടങ്ങാം. നമ്പർ മിസ് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാവേ. ഏതാടാ? 3 6 2 8 0 8 8 0 അല്ലെ. അപ്പൊ നമ്പർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വായിക്കാൻ തുടങ്ങാം അല്ലെ. ഫസ്റ്റ് വൺ എത്രയാടാ? 3. നിങ്ങൾ ആ കൂടെ തന്നെ വായിക്കണേ. എത്രയാടാ ഫസ്റ്റ് നമ്പർ? എത്രയാണ്? 3. ഇനി 3യും 6ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? 36 എന്ന് കിട്ടി. 3യും 6ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 36. ഇനി ആ കൂടെ 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 362. 300 ആൻഡ് എങ്ങനെയാ വായിക്കുന്നത്? 62. ആ കൂടെ 8ഉം കൂടെ കൂട്ടിയിട്ടൊന്ന് വായിച്ചടാ. 3662. 68 കേട്ടോ, 2 അല്ല, 68. ദെൻ 8ഉം കൂടെ കൂട്ടിയിട്ടൊന്ന് വായിച്ചടാ. 36,000 എന്താണ്? 288 എന്ന് വരും അല്ലെ. ദെൻ മൊത്തം ഒന്ന് വായിച്ചേ. 3,62,880. ശരിയല്ലേടാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളോട് ഇതിന്റെ 1ഉം 10ഉം 100ഉം 1000ഉം 10,000ഉം ലാക്കും ഒക്കെ എടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്. എടാ 1ന്റെ സ്ഥാനത്ത് ആദ്യം നമ്മൾ ആരെ എഴുതി? 3നെ എഴുതി. ഇനി 3നെ ലെഫ്റ്റിലോട്ട് മാറ്റി 10ന്റെ സ്ഥാനത്താക്കി. 100 ആക്കി. ദെൻ 1000ന്റെ സ്ഥാനത്തിലേക്ക് മാറ്റി. ദെൻ 10,000 ആക്കി മാറ്റി. ദെൻ എങ്ങോട്ടാക്കി? ലാക്ക് ആക്കി മാറ്റി. ആ കൂടെ തന്നെ എന്ത് ചെയ്തു? ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് വന്നു അല്ലെ. 3യുടെ കൂടെ ആര് വന്നു? നമ്മൾ ആദ്യം 3 ഒറ്റയ്ക്കല്ലേടാ വായിച്ചത് അല്ലെ. 6 കൂട്ടി വായിച്ചില്ലേ. ദെൻ 3യും 6ഉം 2ഉം കൂടെ കൂട്ടിയല്ലേ വായിച്ചത്. അതെങ്ങനെ വായിച്ചത്? 3,628 എന്ന് വായിച്ചു അല്ലെ. ദെൻ അടുത്ത എങ്ങനെ വായിച്ചത്? 36,288 എന്ന് വായിച്ചു അല്ലെ. ലാസ്റ്റ് വൺ എങ്ങനെയാണ്? 3,62,818 എന്നാണ് വായിച്ചത് അല്ലെ. ഓക്കെ. ദെൻ അടുത്തെന്താ? വി ക്യാൻ ഓൾസോ റീഡ് നമ്പേഴ്സ് ബൈ കണ്ടിന്യൂസ് ഡിജിറ്റ്. ഇനി എങ്ങനെയാണ്? കൗണ്ടിങ് ഡിജിറ്റ്. ഇനി എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം എന്നാ പറഞ്ഞേക്കുന്നത്? കൗണ്ടിങ് ഡിജിറ്റ് ഒന്ന് നോക്കാം അല്ലെ, എങ്ങനെയാ വരുന്നതെന്ന്. നെക്സ്റ്റ് എന്താണ്? നോക്കിക്കേടാ. ഫസ്റ്റ് വൺ എത്രയാ നോക്കിക്കേ. എണ്ണി നോക്കാം അല്ലെ. 1 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര മുതൽ എത്ര വരെയാ ഉള്ളത്? 1 to 9 ആണ് അല്ലെ, നിങ്ങൾക്ക് അറിയാലോ. ദെൻ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എന്താണ്? 10 to 99. 3 ആണെങ്കിൽ എത്രയാണ്? 100 to 999. ദെൻ 4 ഡിജിറ്റ് എത്രയാടാ? 1000 to 9,999 എന്ന് വരും അല്ലെ. 5,000 ആണെങ്കിൽ എന്ത് വരും? 10,000 99,999. ഓക്കെ. 6 ഡിജിറ്റ് ആണെങ്കിൽ എന്താണ്? ലാക്കും പിന്നെ എത്രയാണ്?
9 lakh and 99,999. റെഡി ആണോടാ? അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ഇങ്ങനെ വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നല്ല രസം അതിങ്ങനെ വായിക്കാൻ കേട്ടോ. അടുത്തെന്താണ്? ആൻഡ് വി ക്യാൻ കണ്ടിന്യൂ. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോകാല്ലേ? നമ്മൾ നിർത്താനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവാം. സോ ഹൗ ഡു വി റീഡ്? ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് മാത്രം ഒന്ന് വായിച്ചേ. മിസ്സിന്റെ കൂടെ വായിക്കണേ. 2. ഓക്കെ, നിങ്ങൾ വായിച്ചോടാ. 2, 3, 4, 5, 6, 7. നമ്പർ അടിപൊളി നമ്പേഴ്സ് ആണ് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് 2, 3, 4, 5, 6, 7 ഒക്കെ കണ്ട് വരുന്നുണ്ട് അല്ലേ? ഇത് എങ്ങനെയാ വായിക്കുന്നത്? നമ്മളൊന്ന് കൂട്ടി വായിച്ചേ. എങ്ങനെ വായിക്കുന്നത്? 2,34,000 and 567 എന്ന് വായിക്കും കേട്ടോ. Since it is a 6-digit number, it more than a lakh. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇത് എത്ര? ഇത് എന്താണ്? 6 സംഖ്യ ആയതിനാൽ ലക്ഷത്തിനും മേലെയാണ്. ഇത് എത്രക്ക് സംഖ്യയാണ്? 6 അക്കമുണ്ട് അല്ലെ? 6 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് ഇതെന്താണ്? മോർ ദാൻ ലാക്ക് ആണ്. മോർ ദാൻ എന്താണ് അല്ലെ? നമ്മുടെ ലക്ഷത്തിനേക്കാളും കൂടുതലുള്ള നമ്പർ ആണ് അല്ലെ? 1 ലക്ഷത്തിനേക്കാളും കൂടുതലല്ലേടാ 2 lakh എന്ന് പറയുന്നത്? അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ എഴുതി കൊടുക്കണേ. നിങ്ങൾ തന്നെ വായിച്ചു എഴുതണം കേട്ടോ. എങ്ങനെ എഴുതേണ്ടത്? 2,34,567. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂലടാ. 2,34,000 കേട്ടോ. 34,000 പിന്നെ എത്രയാണ്? 567 എന്ന് വരും അല്ലേ? റെഡി അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കാം. ഇൻ 2023 കേട്ടോ. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂണ്. അപ്പൊ നമ്മുടെ എർത്തും മഞ്ഞ അതേപോലെ ആരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്? മൂണ് ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. എത്രയാ നോക്കിക്കേ? 3,56,000 എത്രയാണ്? 569 ആണ് കേട്ടോ. ആൻഡ് മാക്സിമം എത്രയാണ്? മിസ് വായിച്ചിട്ടില്ല. മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കണം കേട്ടോ. സ്വന്തമായിട്ട് വായിച്ചിട്ട് മിസ്സിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുവാണേ എത്രയാണെന്ന്. വേണമെങ്കിൽ ഇത് മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. 4 lakh എത്രയാണ്? 64,058 എന്ന് വരും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി മിസ് വായിക്കാനുള്ള കുറച്ച് നമ്പേഴ്സ് തരാവേ. 8, 2. ഇത് നിങ്ങൾ സ്വന്തം വായിക്കണേ. ഈ നെക്സ്റ്റ് അടുത്ത നമ്പേഴ്സ് സ്വന്തം വായിക്കും വേണം. അതേപോലെ നമ്മൾ 1, 10, 100, 1000 അങ്ങനെ കോളം വരച്ച് ചെയ്തില്ലടാ. അതേപോലെ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം? ഒന്ന് കോളം വരച്ച് ചെയ്യുവാണ് കേട്ടോ. ഇത് എക്സാമിന് എന്തായാലും ഉണ്ടാവേ. 3, 2, 0 ഇതും ചെയ്യണം കേട്ടോ. ഇത് രണ്ടും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. then growing numbers. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? പെരുകുന്ന സംഖ്യകൾ. there are only 9 digit numbers 1, 2, 3, 9. 1 digit numbers എത്ര ഉള്ളത്? 9 ആണുള്ളത് അല്ലേ? അപ്പൊ എന്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിക്കേ. 1 digit numbers എന്ന് വെച്ചാൽ എത്രയാണ്? ഒരു നമ്പർ മാത്രം വരുന്ന നമ്പേഴ്സ് കേട്ടോ. ഒരു നമ്പർ ഏതൊക്കെയാടാ? 1, 2, 3 അല്ലേ? 3, 4, 5, 6, 7, 8, 9. അതിനല്ലേ 1 digit നമ്പർ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ടടാ? 9 എണ്ണം ഉണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? 9. ഇനി മറന്നു പോകരുതേ. മിസ് എപ്പ ചോദിച്ചാലും പറഞ്ഞു തരണം കേട്ടോ. നെക്സ്റ്റ്, how many 2-digit numbers are there? 2-digit numbers എത്ര ഉണ്ട്? that is number from 10 to 99. അപ്പൊ ചോദിച്ചേക്കുന്നത് എത്രയാണ്? 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ജസ്റ്റ് ചെക്ക് ചെയ്യാം. എത്രയാണ്? 99 മൈനസ് 10 ചെയ്തപ്പോ എത്ര കിട്ടി? 89 കിട്ടി. 89 നമ്പേഴ്സ് ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? ഒരു പുസ്തകത്തിൽ പറയുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം അല്ലെ? ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവേ. എത്ര ഒന്ന് പറഞ്ഞേടാ. 1 to 99 എത്ര നമ്പേഴ്സ് ഉള്ളത്? കൂട്ടുകാർ പെട്ടെന്ന് പറഞ്ഞേ. 1 to 99 എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഇല്ലേടാ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഇല്ലേ?
അതില് 1 to 9 1 to 9 എന്ന് പറയുന്നത് എന്ത് നമ്പേഴ്സാ? 1 ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലോ. അതിനെ നമ്മൾ 2 ഡിജിറ്റിന്റെ കൂടെ കൂട്ടേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ അവരെടുത്ത് നമുക്ക് പുറത്ത് അടിക്കാലോ. അവരെടുത്ത് നമുക്ക് കളയാം അല്ലെ. അപ്പൊ 9 നമ്പേഴ്സ് അല്ലെ 9 നമ്പേഴ്സ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം കേട്ടോ. 9 നമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നല്ലേ. അപ്പൊ 9 നമ്പേഴ്സ് 1 ഡിജിറ്റ് ആണ്. അവനെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ട് എറിയാം കേട്ടോ. അപ്പൊ 9 - 9 എന്ന് പറയുന്നത് 0. 9 അതേപോലെ എഴുതി കേട്ടോ. 9 അതേപോലെ എഴുതി. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച, ഇനി പുസ്തകത്തിൽ കണ്ടുപിടിച്ച് ശരിയാണോ നമുക്ക് നോക്കാം കേട്ടോ. There are 90 numbers from 1 to 9. ശരിയാ. നമ്മളിവിടെ 90 നമ്പേഴ്സ് എന്നൊക്കെ നമ്മള് പുസ്തകം അല്ലെ, പുസ്തകത്തിനേക്കാളും പെട്ടെന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. We have to remove the 1 digit numbers 1 to 9 from this. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 1 to 9 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യണം? എടുത്ത് കളയണം. അത് ഞങ്ങൾ ആദ്യം തന്നെ കളഞ്ഞു അല്ലേ. ഞങ്ങൾ മിടുക്കന്മാരാ. So 99 - 9 90 നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് ആടാ? 90 നമ്പേഴ്സ്. അപ്പൊ നമ്മളല്ലേ ഫസ്റ്റ് കണ്ടുപിടിച്ച്, എന്നിട്ടല്ലേ പുസ്തകത്തിലൊക്കെ വന്നത്. അപ്പൊ നമ്മള് മിടുക്കന്മാരാണ് അല്ലേ. നെക്സ്റ്റ് നോക്കിടാ. ലൈക്ക് ദിസ് cannot we calculate how many 3-digit numbers? എത്ര ഡിജിറ്റ് ആണ്? എത്ര 3-digit numbers ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഫ്രം ദ നമ്പേഴ്സ് 1 to 99 we have to remove this from the 1 to 99. അപ്പൊ എത്രയാണ്? 999 നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 99 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി കേട്ടോ. എടാ ഇത് 3 ഡിജിറ്റ് നമ്പർ അല്ലേ. 1 to 999 വരെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും? 999 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അതില് 2 ഡിജിറ്റ് നമ്പേഴ്സ് എവിടം വരെയാടാ? 1 മുതൽ 99 വരെ 1ഉം 2ഉം ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യണം കേട്ടോ. മൈനസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. 9 നിന്ന് 9 മൈനസ് ചെയ്താൽ എത്രയാണ്? 0. 9 നിന്ന് 9 മൈനസ് ചെയ്താൽ എത്രയാണ്? 0. ഇനി 9 എന്ത് ചെയ്യാ? ജസ്റ്റ് അതേപോലെ എന്ത് ചെയ്യാ? ഇറക്കി എഴുതിയാൽ മതി കേട്ടോ. ലെറ്റ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിംഗ് ബോത്ത് ഡിജിറ്റ് 1 and 3? ജസ്റ്റ് 13 and 31. അപ്പൊ ഏതൊക്കെയാണ്? 13ഉം പിന്നെ ഏതാണ്? 31ഉം ആണ് അല്ലെ. എടാ ഇത്രയേ ഉള്ളൂ. ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാല് 1ഉം 3ഉം കൊണ്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? ഏതൊക്കെയാണ്? 13ഉം പിന്നെ ഏതാണ്? 31ഉം ആണ് അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാം? 13ഉം 31ഉം. ജസ്റ്റ് അതൊന്ന് ആലോചിച്ച് നോക്കണേ. ദെൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാല് ഇത് ഒരു നമ്പറോട് കൂട്ടിയിട്ടാണ് ഇനി പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണേ. we have seen how many 2-digit number combining 1 and ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. how many 3-digit numbers having 3-digit 1 3 5? ഏതൊക്കെ വെച്ചിട്ടാണ്? 1 3 5. do not start continue let തിങ്ക് എ ബിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാത്സ് ആകുമ്പോൾ നമ്മൾ ആദ്യം തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. വി ക്യാൻ സീ ഹൗ മെനി 2-digit നമ്പേഴ്സ് കമ്പൈനിങ് 1 and 3. 1ഉം 3ഉം വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 13 ഉണ്ടാക്കാം. അതേപോലെ എത്രയാണ്? 31 ഉണ്ടാക്കാം അല്ലെ. ഹൗ ക്യാൻ വി അറ്റാച്ച് 5 1 and 3 to make maximum 3-digit numbers? ഇനി പറഞ്ഞേക്കുന്നത് 1ഉം 3ഉം 5ഉം വെച്ചിട്ട് എത്ര 3-digit numbers ഉണ്ടാക്കാം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാലോ എത്ര 3-digit numbers ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. നോക്കാം അല്ലെ. 1 3 5 വെച്ച് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കും എന്നാണല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോടാ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലെ. എടാ ഒന്ന് ശ്രദ്ധിച്ചേടാ. ഓൾറെഡി മിസ് പറഞ്ഞു 1ഉം അതേപോലെ 3ഉം വെച്ചിട്ട് ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്? 13 and 31 അല്ലെ. 13ഉം പിന്നെ ഏതായിരുന്നു? 31ഉം ആണ് അല്ലെ. അതിന്റെ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാവേ. മിസ് ഇതൊന്ന് വായിക്കട്ടെ. ഓക്കെ. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആയിരുന്നു 1ഉം 3ഉം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? 13ഉം 31ഉം ആയിരുന്നു അല്ലെ. എടാ ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാന്ന് വെച്ചാല് 1 3 5 വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? ഏതൊക്കെ വെച്ചിട്ടാണ്? 1 3 5 വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കാം അല്ലെ. 1ഉം 3ഉം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് 30ഉം 35ഉം ആണ് അല്ലെ. ഇനി ഈ 5നെ നമുക്ക് ആദ്യം ഫസ്റ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം.
ഓക്കെ, 13ന്റെ ഫസ്റ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി 5ന് നമുക്ക് എവിടെ കൊടുക്കാം? നടുക്ക് കൊടുക്കാലോ. അപ്പൊ എത്രയായി? 1 5 3 എന്നായി അല്ലേ. നെക്സ്റ്റ് 5ന് ലാസ്റ്റ് കൊടുക്കാലോ. 1 3 5. അപ്പൊ 5 വെച്ചിട്ട് 13 യൂസ് ചെയ്ത് 3 നമ്പേഴ്സ് ഉണ്ടാക്കാം. ഇനി 31ന്റെ ആദ്യം 5 കൊടുക്കാം. 5 3 1 ആയി. റെഡി അല്ലേടാ? ഇനി നെക്സ്റ്റ് എവിടെ കൊടുക്കാം? ലാസ്റ്റ് കൊടുക്കാം അല്ലെ, നടുക്ക് കൊടുക്കാം. 3 5 1 ലാസ്റ്റ് കൊടുത്താൽ എങ്ങനെ വരും? 3 1 5 എന്ന് വരും. റെഡി ആണോടാ? അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം മക്കളെ? എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് നോക്കിക്കേ. 3യും എത്രയാണ്? 6 നമ്പേഴ്സ് ഉണ്ടാക്കാം അല്ലെ. 1ഉം 3യും 5ഉം യൂസ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 6 നമ്പേഴ്സ് ഉണ്ടാക്കാം. റെഡി ആണോടാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. അതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ 1ഉം 3യുടെയും ആദ്യം 5 പ്ലസ് ചെയ്തു, 5 ആഡ് ചെയ്തു. ഇനി 1ഉം 3യും ലാസ്റ്റ് 5 എവിടെ കൊടുത്തു? സെന്റർ കൊടുത്തു. 5 ലാസ്റ്റ് കൊടുത്തു. അതേപോലെ 31ന്റെ ആദ്യം 5 കൊടുത്തു, സെന്ററിൽ കൊടുത്തു, ലാസ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് അടുത്തതിലേക്ക് നോക്കിയാലോടാ. So how many 4-digit numbers are possible with 1 3 5 7 are digit as the digit? How do we think about this? അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1ഉം 3യും 5ഉം വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നടാ? 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അല്ലെ. എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് അടുത്ത നമ്മളോട് പറഞ്ഞേക്കുന്നത് ഏതൊക്കെ യൂസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? 1 3 5 7 യൂസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാടാ? 1 3 5 7. ഹൗ ഡു വി തിങ്ക് അബൌട്ട് ദിസ്? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആലോചിക്കേണ്ടത് നോക്കാം അല്ലെ. ഹൗ മെനി 3-digit നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ് 1 3 5? 1ഉം 3യും 5ഉം വെച്ച് എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം? 6 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം അല്ലെ. എത്ര ഉണ്ടാക്കാടാ? 6. In each, what are the different position where we attached 7? എടാ ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് 7 ആഡ് ചെയ്യാം? ഫസ്റ്റ് ആഡ് ചെയ്യാം, മിഡിൽ ആഡ് ചെയ്യാം അല്ലെ. മിഡിലും പിന്നെ എവിടെ? ലാസ്റ്റും ആഡ് ചെയ്യാം. ശരിയല്ലേ? 1ന്റെ ആദ്യം മിഡിലിൽ കൊടുക്കാം. പിന്നെന്താണ്? ഇവിടെ 7 കൊടുത്ത് ചെയ്യാം, ഇവിടെ 7 കൊടുത്ത് ചെയ്യാം, പിന്നെ എവിടെയാണ്? ലാസ്റ്റും 7 കൊടുത്ത് ചെയ്യാം. ശരിയാണോ? റെഡിയാണ് അല്ലെ. ആകെ എത്ര ഹൗ മെനി നമ്പേഴ്സ് ഡു യു ഗെറ്റ്? അപ്പൊ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ. എടാ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിച്ചേടാ. 1ഉം 3യും 5ഉം വെച്ച് നമ്മൾ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കിയിരുന്നത്? 6 നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എത്ര നമ്പേഴ്സ് ആണ്? 6 നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ 6 ഇൻറ്റു ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 ആണ് അല്ലെ. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 24 നമ്പേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ 24 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് ഇഫ് യു ഗോട്ട് ദ ആൻസർ ആസ് 4 into 6 24 അല്ലെ. നമുക്ക് കിട്ടിയത് എത്രയാണ്? 4 into 6 24 ആണ്. Your reasoning is correct. If you have got a different answer, you have to rethink and method you have used to find the 3-digit numbers. Reread the question. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ എഴുതി നോക്കാനും അതേപോലെ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടൂല്ലേ? നിങ്ങൾക്ക് മിടുക്കന്മാരായ കുട്ടികളല്ലേ. അപ്പൊ നിങ്ങൾ വീണ്ടും വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഹൗ ക്യാൻ ഇറ്റ് you find how many 4-digit numbers are 3-digit 1 3 4 5? ഇനി പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെ വെച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്? 1 3യും 4ഉം 5ഉം വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എടാ ഒന്ന് നോക്കിക്കേ. 1ഉം 3യും 5ഉം വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നടാ? 6 നമ്പേഴ്സ്. അപ്പൊ 6 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 4 ചെയ്താൽ പോരെ. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 24 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റൂല്ലേ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. 1ഉം 3യും 5ഉം അവിടെ ഉള്ളുണ്ട്. ഹൗ മെനി 9-digit numbers are possible? Think 9 1 2 9. 1 മുതൽ 9 വെച്ചിട്ട് എത്ര 9-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ നമ്മൾ നേരത്തെ ഇൻറ്റു ചെയ്ത് ഓർമ്മ ഉണ്ടാവും. 1 into 2 into 9 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഇൻറ്റു ചെയ്തില്ലേടാ? അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. Once you have thought about the method before starting to multiply to calculate the actual number,
Recall that this product is given somewhere in first part of this lesson. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാല് കണ്ടുപിടിച്ച രീതി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ഇൻ ഓൾ ദിസ് പ്രോബ്ലംസ് വി കനോട്ട് യൂസ് ടു ഡിജിറ്റ് 0 വൈ? എടാ ഇപ്പൊ നമ്മൾ ഏതൊക്കെ നമ്പർ വെച്ചിട്ടാണ് ആ നമ്പേഴ്സ് കണ്ടുപിടിച്ചത്? ആദ്യം 1ഉം 3ഉം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, ശരിയല്ലേ? അത് കഴിഞ്ഞാൽ 1ഉം 3ഉം 5ഉം ഉപയോഗിച്ച് എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കാമെന്ന് കണ്ടുപിടിച്ചു. റെഡി അല്ലേടാ? 1ഉം 3ഉം 5ഉം 7ഉം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, അതും സെറ്റ് അല്ലേടാ? ഈ 1 3 4 5ഉം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേടാ? എടാ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിൽ നമ്മൾ 0 യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇനി നമ്മള് 0 വെച്ചിട്ടുള്ള നോക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി കമ്പ്യൂട്ട് ദ നമ്പേഴ്സ് ഓഫ് 3-digit നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ് 0 1 3? 0ഉം 1ഉം 3ഉം വെച്ചിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാം? What change should we make in the earlier calculation using 1 3 5? 0 cannot be the ഫസ്റ്റ് ഡിജിറ്റ്. അപ്പൊ 1ഉം 3ഉം 5ഉം വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അല്ലെ? അപ്പൊ അത് എടുത്തിട്ട് അതിന്റെ മുന്നിൽ നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നതെന്നേ. 1ഉം 3ഉം അതേപോലെ ഏതാടാ? 1ഉം 3ഉം 0ഉം ആണ് അല്ലെ? 1ഉം 3ഉം 0ഉം. എടാ 1ഉം 3ഉം വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്? 13ഉം അതേപോലെ എത്രയാണ്? 31ഉം ആണ് അല്ലെ? എടാ ഇതിന്റെ ആദ്യം 0 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സെന്ററിൽ കൊടുക്കാലോ. 1 0 3 എന്ന് കൊടുക്കാം, 1 3 0 എന്ന് കൊടുക്കാം അല്ലെ? ഇവിടെ ഫസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 0 3 0 1 എന്ന് കൊടുക്കാം, 3 1 0 എന്ന് കൊടുക്കാം. റെഡി ആണല്ലോടാ? അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 4 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4. ഇവിടെ നമുക്ക് 2 നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ എത്ര നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 2 നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു 2 എന്ന് പറയുന്നത്. ഇനി ഈ 2 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 13ഉം 31ഉം ഉണ്ടാക്കാം. അതാണ് മെത്തേഡ് 2 എന്ന് പറയുന്നത് കേട്ടോ. ഹൗ മെനി 4-digit numbers are possible using ഡിജിറ്റ് 0 1 3 5? ഇനി ഏത് വെച്ചിട്ടാ ചോദിച്ചിരിക്കുന്നത്? 3ഉം 0ഉം 3ഉം 1ഉം 5. എടാ ഒന്ന് ശ്രദ്ധിച്ചേടാ, നമുക്ക് 1ഉം അതേപോലെ 1ഉം 3ഉം 5ഉം വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു? 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലടാ? അത് റെഡി ആണല്ലോ. കൂടെ ആരുണ്ട്? ഒരു 0യും കൂടെ ഉണ്ട് അല്ലേ? 1ഉം 3ഉം 5ഉം ഉപയോഗിച്ച് നമുക്ക് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം. 6 ഡിജിറ്റ് അല്ല, 6 നമ്പേഴ്സ് ഉണ്ടാക്കാം. എടാ അതിൽ ഒരു 0യും കൂടെ അല്ലേ ആഡ് വന്നത്? നോക്കിക്കേ. അപ്പൊ ഈ 6നെ എന്തുകൊണ്ട് ഇൻഡു ചെയ്താൽ മതി? 0 നമുക്ക് ഫസ്റ്റ് ചേർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 1ഉം 3ഉം 0യും 1ഉം 3ഉം 5ഉം 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ 6 × എത്ര ചെയ്താൽ മതി? 3 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എത്ര കിട്ടും? 18 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, 18 18. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? വി ക്യാൻ തിങ്ക് ഇൻ അതർ വേ ടു. ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കാം. There are 4 digit numbers with 1 3 5 7 as a digit. അപ്പൊ എന്താണ്? 1ഉം 3ഉം 5ഉം 7ഉം വെച്ച് നമ്മൾ എത്ര നമ്പേഴ്സ് കണ്ടുപിടിച്ചിരുന്നു? 24 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലടാ. ഈ കൂടെ 7 ഒഴിവാക്കിയിട്ട് ഇവിടെ ആര് ചേർക്കുകയാണ് ചെയ്തത്? 0 ചേർക്കുകയാണ് ചെയ്തത്. 0നെ നമുക്ക് ഫസ്റ്റ് ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 1ഉം 3ഉം 5ഉം 7ഉം അല്ലെങ്കിൽ 7നെ ഫസ്റ്റ് ചേർക്കുന്ന 6 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. 7നെ ഫസ്റ്റ് ചേർക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? 6 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ 7ന്റെ സ്ഥാനത്ത് നമുക്ക് ഫസ്റ്റ് 0 ചേർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ടോട്ടല് 24 നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 24ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 6 മൈനസ് ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടുന്നത്? അപ്പോൾ നമുക്ക് 18 എന്ന് പറയുന്ന ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇനിയും നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. മിസ്സിന്റെ കമന്റ്സ് ഒക്കെ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.